സ്തോത്രം ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധാനം കർത്താവ് ഇടയാക്കാനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവസ്വരൂപിതാവേ, നിൻ്റെ സന്നിധാനം നമുക്കൊക്കെയായിട്ട് എന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, നീ തന്നെ സംസാരിക്കണമേ. കർത്താവേ, തരുന്ന വചനങ്ങളൊക്കെയും കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മാനസാന്തരത്തിനും കർത്താവെ ഹൃദയത്തിൽ അത് കർത്താവെ സംഗ്രഹിപ്പാനും കർത്താവെ നീ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിരുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദിവസങ്ങളൊക്കെ ആയിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വളരെ ശക്തമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. വൃത്തിയാൽ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ കേട്ടു. അതുതന്നെയും പിന്നെയും അതിനോടനുബന്ധിച്ച് ഇന്നലെയും വൈകിട്ട് നമ്മൾ കൂട്ടിയിരുന്നൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. അതൊക്കെയും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മാനസാന്തരത്തിനും അനുഗ്രഹത്തിനും വീണ്ടും വീണ്ടും ചിന്തിപ്പാനും കർത്താവിനോട് കൂടുതൽ അടുത്ത് വരുവാനൊക്കെ കർത്താവ് ഇടയാക്കി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസ് 6 ചില വാക്യങ്ങൾ, അതായത് 43 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ട് അറിയാം. മുള്ളിൽ നിന്ന് അത്തിപ്പഴം ശേഖരിക്കുകയും ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയും ചെയ്യാറില്ലല്ലോ. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നു: നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ടൻ ദോഷമായതിൽ നിന്നും ദോഷമായത് പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതല്ലോ വായു പ്രസ്താവിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കും പെട്ടെന്ന് ഞാനിങ്ങനെ ഈ വാക്യം എടുത്തു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത്. എന്നെ വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ എന്നോട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഇതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. കാരണം എൻ്റെ ജീവിതത്തിന് വളരെ ചലഞ്ചിങ് ചെയ്ത ചില കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഞാനത് വീണ്ടും എൻ്റെ ഹൃദയത്തിൽ വീണ്ടും അത് എന്നോട് വളരെ ഇടപെട്ടത്. കാരണം അതിനകത്ത് ഏറ്റവും എന്നോട് സ്പർശിച്ച ഒരു കാര്യം: നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. അപ്പം നല്ലൊരു മനുഷ്യനുണ്ട്, അവൻ്റെ നല്ലൊരു ഹൃദയമുണ്ട്. ആ നല്ല ഹൃദയത്തിൽ നിന്ന് വരുന്ന നിക്ഷേപം. അപ്പം ഞാനത് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 4:23 മുതലുള്ള വാക്യങ്ങൾ, അതായത് മകനെ, അല്ലെ 20 മുതലുള്ള വാക്യങ്ങൾ: മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. ഇത് വായിച്ച് വളരെയധികം ഞാനിരുന്ന് ചിന്തിക്കുവാനിടയായി തീർന്നു. കാരണം നമ്മുടെ ജീവിതത്തിനകത്ത് ഞാൻ ഈ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ വചനങ്ങൾ ധാരാളമായിട്ട് കേൾക്കുന്നുണ്ടല്ലേ. ഇത്ര ദിവസങ്ങളായിട്ട് വളരെ ആഴത്തിൽ നിന്ന് തന്നെ ഓരോ വചനങ്ങളും നമ്മളോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയും നമ്മളായിരിക്കുന്നുള്ളതൊക്കെയും ദൈവത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നു. പക്ഷേ ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ശരിയായ വണ്ണം സംഗ്രഹിക്കുന്നുണ്ടോ, അതോ അത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ശരിക്കും നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ച് വെക്കാനും കഴിയത്തില്ല. എന്തുകൊണ്ടാണ് നമ്മളിതെല്ലാം കേട്ടിട്ട് പിന്നെയും അതിനകത്ത് ഏറ്റവും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, സുനിൽ ബാർ ഇവിടെ നിന്ന് പറയുമ്പം ചോദിക്കും, കഴിഞ്ഞ ആഴ്ച നമ്മളോട് സംസാരിച്ച വാക്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ടപ്പേന്ന് ഒന്ന് നിൽക്കുന്നു പോവും. ഒന്നും ആർക്കും പെട്ടെന്ന് പറയാൻ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഞാനും അതിരുന്ന് ചിന്തിച്ചു, എന്തുകൊണ്ടാണ് അതങ്ങനെ? ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോഴും പെട്ടെന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സംസാരിച്ച കാര്യം പോലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കുന്നില്ല. നമ്മളോട് ചോദിക്കുമ്പം നമുക്ക് പറയാൻ കഴിയാത്തതിൻ്റെ കാരണം ഇതൊന്നും ഒരു നിക്ഷേപമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നില്ല. നമ്മളിവിടുന്ന് കേൾക്കുന്നു, ചിലരൊക്കെ അത് കുറിച്ച് വെക്കുന്നു, ചില കാര്യങ്ങൾ ചിലരത് എഴുതി വെക്കുന്നു. പക്ഷേ സത്യമായിട്ടും നമ്മളത് നമ്മുടെ ഹൃദയത്തിനകത്ത് അത് ഏറ്റെടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് സംഗ്രഹിച്ച് വെക്കുന്നുണ്ടോ? ഇത് അതിൻ്റെ മുമ്പോട്ട് അല്ലെങ്കിൽ കേൾക്കുന്ന ഈ കാര്യം അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന വചനങ്ങളൊക്കെ നമ്മൾ റിയലായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് ഇരിക്കുന്നുണ്ടോ? അതോ നമ്മളിത് പറയുമ്പോഴൊക്കെയും ഈ ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൽ നമ്മുടെ പിള്ളേരുടെ കാര്യങ്ങളും അല്ലെങ്കിൽ
നമ്മുടെ ജോലിയുടെ വിഷയങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ അതിനൊരു സപ്പോർട്ടായിട്ടാണോ നമ്മൾ ഈ വചനത്തെയൊക്കെ കാണുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ വളരെ ചിന്തയായിരുന്നു. കാരണം നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമുക്ക് എത്രമാത്രം ആ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്, എത്രമാത്രമാണ് നമ്മുടെ കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതോ ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി, എത്രമാത്രം അതിന് നമ്മൾ വില കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പുറമേ നിൽക്കുമ്പം ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് നമ്മുടെ വായിൽ നിന്ന് പെട്ടെന്ന് വരുന്ന കാര്യങ്ങൾ, വാക്കുകൾ, അത് ഉപ്പിനാൽ രുചി വരുത്തിയതാണോ അതോ ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ സംസാരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല, അവർ പറയുന്നതിന് അതേ ആ പോയിന്റിൽ തന്നെ നമ്മൾ മറുപടി ചെയ്ത് അങ്ങനെ പോകുന്നു. പിന്നെ ആയിരിക്കാം നമ്മൾ ചിന്തിക്കുന്നത്, പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊരു ദൈവവേലായിരുന്നല്ലോ, ഇതൊക്കെ നമ്മൾ പറയാൻ പാടില്ലാത്തതാണല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ആ നല്ല നിക്ഷേപം വീണ്ടും തിരിച്ചു വരാൻ, നല്ല മനുഷ്യൻ തൻ്റെ നല്ല ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഞാൻ വളരെ ചിന്തിച്ച ഒരു കാര്യം, നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കും. നമ്മൾ വാക്യമുണ്ട് മത്തായി 12 എഴുതിയേക്കുന്ന കാര്യം. അപ്പം ഞാനിത് വളരെ എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആയിരിക്കുന്നിടത്തൊക്കെ നമ്മുടെ ഈ വചനം യഥാർത്ഥമായിട്ട് നമ്മുടെ മധ്യേ കർത്താവിൻ്റെ മേശയുണ്ട്, നമ്മൾ കൂടി വരുന്നു. ശരിക്കും ഇന്നലെ ഒക്കെ നമ്മൾ കേട്ടു ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിക്ഷേപമായിട്ട് അല്ലെങ്കിൽ അതിനെ സ്വരൂപിച്ച് വെക്കുന്നുണ്ടോ, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിനകത്ത് നമുക്കത് പ്രയോജനമായി തീരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ട വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം ഈ അന്ത്യകാലത്തിൽ നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്കത് പൂർണ്ണമായിട്ട്, നമ്മളെല്ലാം പറയുന്നുണ്ട് നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മളിവിടെ വന്ന് പറയുന്നു. പക്ഷേ പെട്ടെന്ന് നമ്മളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം നമുക്കെല്ലാ കാര്യം വ്യക്തമാകും. കഴിഞ്ഞ ആഴ്ച വെള്ളിയാഴ്ച ഏത് വാക്കിൽ നിന്നാണ് നമ്മളോട് സംസാരിച്ചത്, നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അത് ഇവിടെ കേട്ട് ഇവിടെ മറന്നുപോയി കഴിഞ്ഞു. പിന്നെ നമ്മുടെ ലോകത്തിലായിരുന്നു. വീണ്ടും നമ്മൾ വരുമ്പം നമ്മൾ വായിക്കത്തില്ലായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് മാറേണ്ട കാലം അടുത്തിരിക്കുന്നു. കാരണം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിക്ഷേപമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അവസാനത്തോളം നമ്മുടെ മരണത്തിൻ്റെ ആ സമയം വരെയും കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യം തരുന്നിടത്തോളം സമയം ആ കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവ് പറയുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഓരോ പ്രവൃത്തിയിലും കർത്താവ് ആഗ്രഹിക്കുന്നത് ആ യഥാർത്ഥമായിട്ടും കേൾക്കുന്ന വചനത്തിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം നമ്മുടെ വായിൽ നിന്നും നമ്മുടെ പ്രവൃത്തിയിൽ നിന്നുമെല്ലാം നമുക്ക് വരേണ്ടത്. ഇതൊക്കെ ഞാൻ ഇരുന്ന് ചിന്തിക്കുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല കാര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെയും എൻ്റെ ജീവിതത്തിനകത്ത് വന്ന ചിന്തകളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇന്നലെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞ്, ഇന്നെനിക്ക് ജോബുണ്ട്. അപ്പം ജോബ് അവർ പെട്ടെന്ന് ഒരു എമർജൻസി പോലെ ആക്കിയിട്ട് അത് ഇന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ എന്നോട് ടെലിഫോൺ വിളിച്ച് പറഞ്ഞു, ബിജോയ് നമുക്കിന്ന് വെള്ളിയാഴ്ച അങ്ങ് ചെയ്താലോ? അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചത്, വെള്ളിയാഴ്ചയോ? പറ്റത്തില്ല. സൂപ്പർവൈസറാണ്, നമ്മളത് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒറ്റ ടൂണിൽ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് വെള്ളിയാഴ്ചയാണെന്നുള്ള എൻ്റെ ഹൃദയത്തിലെ ചിന്ത കൊണ്ടാണ്. കാരണം വെള്ളിയാഴ്ച എന്താണ്? വെള്ളിയാഴ്ച നമ്മൾ ചിന്തിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇന്ന് സഭയായിട്ട് കൂടി വരേണ്ടതും സൗകര്യങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കേണ്ട ദിവസമാണ്. ആ ദിവസമാണോ നമ്മൾ അങ്ങനൊരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന്. അപ്പം ഇതൊക്കെയും ഞാൻ വലിയ ആളായിട്ട് അല്ലെങ്കിൽ എന്നെ തന്നെ പൊക്കി പറയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ദിവസങ്ങളൊക്കെയും ആഗ്രഹിക്കുന്ന ഓരോ കാര്യം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള കാര്യം, നമ്മൾ ഓരോ ദിവസവും ഭൂമിയിലായിരിക്കുമ്പോൾ യഥാർത്ഥമായിട്ടും കർത്താവിൻ്റെ ആ കേൾക്കുന്ന വചനത്തോട് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് മേഖലയിലും, ഇപ്പം നമുക്ക് നമ്മുടെ സംസാരം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി, കർത്താവ് പറയുന്നത് ഞാൻ സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നമ്മളും അതേ രീതിയിൽ തന്നെ സൽഗുണപൂർണ്ണനാകുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വാക്ക് ഉവ്വെന്നും ഇല്ല എന്ന് തന്നെ ആയിരിക്കാൻ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകളും
അത് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ ഉപ്പിനാൽ രുചി വരുത്തിയതും മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റവും അത് ദൈവത്തിൻ്റെ മകനാണ് മകളാണെന്ന് പറയുവാൻ തക്കവണ്ണം, അതെ, അവരുടെ മുമ്പിൽ നമ്മൾ കർത്താവിനെ വരച്ച് കാണിക്കുന്ന ഒരു അരിപ്പാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ യാക്കോബിൻ്റെ 1 ചില വാക്യങ്ങളുടെ ഞാൻ വായിക്കാം. അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ. പ്രിയ സഹോദരന്മാരെ നിങ്ങൾ അത് അറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾക്കാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവർ ആയിരിക്കട്ടെ. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കുവീൻ. ഓരോരുത്തരും വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാതിരിക്കുന്നവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. അതെ, അവൻ തന്നെ താൻ കണ്ടു പുറപ്പെട്ടു താൻ ഇന്ന രൂപമായിരിക്കുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് തീർച്ചയായിട്ടും ഈ വചനമൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്ന പോലെ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരുമായിരിക്കുവിൻ. അതെ, എന്ന് കർത്താവ് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം. അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. തീർച്ചയായിട്ടും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ വചനം അത് വളരെ സൗമ്യതയോട് തന്നെ നമ്മുടെ ഹൃദയത്തിലെല്ലാം കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവിൽ നമ്മൾ കേൾക്കുന്ന ഈ വചനങ്ങളെല്ലാം ഉൾനടന്ന ഓരോ ദിവസവും ഈ വചനം നമുക്ക് നട്ടു തരുവാണ്. ഓരോ ദിവസവും വചനം ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിനെ കൈക്കൊള്ളുക അല്ലെങ്കിൽ അത് നിക്ഷേപമായിട്ട് എടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ മനഃപൂർവ്വമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കർത്താവ് എന്നെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയൊക്കെ ചെയ്തത് ആ കർത്താവിൻ്റെ വചനം മൂലം മാത്രമാണ്. ഞാൻ അയക്കുന്നതൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കർത്താവ് ഈ വചനം എല്ലാം, അതായത് ഓരോരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായി ഇരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അതെ, എന്നത് പറഞ്ഞിരിക്കുന്ന കണ്ണാടിയിൽ നമ്മൾ നോക്കി തിരിച്ചു പോകുന്നു, നമ്മളത് മറന്നു പോകുന്നു എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് ആകരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഇത്ര മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം എന്നോട് ഇടപെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സന്നിധിയിൽ ഞാൻ വെച്ചത്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ വചനം, ആ വചനം കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും അത് യാഥാർത്ഥ്യമാകുവാൻ, അല്ലെങ്കിൽ അത് ഫലം കായ്പാൻ, ഫലം അങ്ങനെ തന്നെ ഉണ്ടാകുവാൻ, അതായത് അതിനകത്ത് എഴുതിയിരിക്കുന്ന പോലെ നമ്മൾ ഓരോന്ന് നടുമ്പം അതിൻ്റേതായ ഫലമാണ് നമ്മൾ പറിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സാധനം നട്ടതിന് ശേഷം അത് വേറൊരു ഫലമല്ല പറിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിതൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോഴും നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കുക, നമ്മൾ പറയുന്ന കാര്യത്തിനകത്ത് എത്ര വ്യാജമുണ്ട്, എത്ര നല്ലതുണ്ട്, നമ്മൾ പല കാര്യങ്ങളും എത്രമാത്രം സത്യസന്ധതയോടുകൂടിയാണ് നമ്മൾ, ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് ഞാൻ ഇങ്ങനെ ചിന്തിക്കാനും ചില കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും, നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങളിപ്പോൾ എവിടെ പോവോ, ഞാനിവിടെ വരെ. പക്ഷേ നമുക്ക് പറയാൻ പറ്റും ഇന്നടത്ത്, ചിലപ്പോൾ പറയേണ്ടതായിരിക്കാം. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളിൽ പോകാൻ നമ്മൾ വരുന്നു എല്ലാ കാര്യത്തിൻ്റെ മേലും. അപ്പോൾ നമുക്ക് എത്രമാത്രം അത് സത്യസന്ധതയോടുകൂടി എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയും. അപ്പം നമ്മൾ ചോദിക്കാം, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? അതെ, കർത്താവിൻ്റെ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ സത്യസന്ധതയോടുകൂടി തന്നെ നമുക്ക് പറയുവാൻ കഴിയും. പക്ഷേ അതിന് നമുക്ക് നമ്മുടെ ആഗ്രഹം ഉണ്ടായിരിക്കണം. അതിന് നമ്മൾ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുകയും, കർത്താവേ ഈ വചനമെല്ലാം ഞാൻ ചെയ്യുവാനും പറയുവാനും കർത്താവെ ആഗ്രഹിക്കുന്നു. ഞാനിത് പറയുന്ന പോലെ അല്ല കർത്താവേ, അത് എൻ്റെ ഹൃദയത്തിനകത്ത് കർത്താവെ അത് ക്രിയ ചെയ്യുവാൻ. അതിനകത്ത് ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നാലും അത് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തോട് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ വായിക്കാം. ഈ ലൂക്കോസിൽ ഞാനിപ്പോൾ വായിച്ചതിൻ്റെ താഴ്വശത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതായത് 45-46 നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്നൊരു ചോദ്യം കർത്താവ് ചോദിക്കുകയാണ്.
അതിനുശേഷം താഴെ ഇങ്ങനെ പറയുന്നു, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യനെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഭർത്താവ് അതിനുശേഷം താഴെ പറയുന്നൊരു കാര്യം, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോടടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കുക കൊണ്ട് അത് ഇളകിപ്പോയില്ല. അപ്പം ആ മേളിച്ച് വായിച്ചതിൻ്റെ മൊത്തത്തിലൊരു തുക പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പണി നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുമ്പോൾ അത് ആ യഥാർത്ഥമായിട്ടൊരു പണി നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും സത്യസന്ധതയോടുകൂടി വിശ്വസ്തയോടുകൂടി, കർത്താവേ നിൻ്റെ സഭയുടെ ഭാഗമാക്കി എന്നെ തീർത്തിരിക്കുന്ന കർത്താവേ, ഞാനത് റിയലായിട്ടൊരു പണി കർത്താവേ എന്നിൽ നടത്തണം. അതിന് ആഴത്തിൽ കുഴിച്ച് ആ അടിസ്ഥാനമിട്ട് അതിൻ്റെ ആ പണി ചെയ്തു കഴിഞ്ഞാൽ ആ കർത്താവ് ആഗ്രഹിക്കുന്നവണ്ണം, അതായത് കർത്താവ് ആ വചനം, കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം അതാണ്, നിങ്ങൾ എന്നെ കർത്താവ് കർത്താവ് എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ. വളരെ ഇതായിട്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ. അതിനുശേഷം ഇരിക്കുന്നു, ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷമാണ് പറയുന്നത്, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് അവൻ തുല്യൻ. വെള്ളപ്പൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനെ അടിച്ചു, എന്നാൽ അത് നല്ലവണ്ണം പണിതിരിക്കൊണ്ട് അത് ഇളകിപ്പോയില്ല. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും ഈ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് തീർച്ചയായിട്ടും അതൊരു നിക്ഷേപമായിരിക്കുകയും പരിശുദ്ധാത്മാവോടുകൂടി വചനത്തോടു കൂടി നമ്മൾ നടക്കുകയും കർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും എത്രയെല്ലാം വന്ന് കാറ്റടിച്ചാലും, ഈ ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങൾ കണ്ടാലും, അല്ലെങ്കിൽ ഏതെല്ലാം പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോഴും അവിടെയൊക്കെ ഇളകാതെ ധൈര്യത്തോടെ നമുക്ക് നിൽക്കുവാൻ കഴിയും. കാരണം കർത്താവാണ് നമ്മളെ പണിയുന്നത്, നമ്മളല്ല. അതെ, കർത്താവ് പറയുമ്പോൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അതേപടി കേട്ട് അനുസരിച്ച് നമ്മൾ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് ആ പണി നമ്മളെ കൊണ്ട് തന്നെ പൂർത്തിയാക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അല്ലാതെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നു, നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴും ഈ വചനം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ സത്യമായിട്ടും സത്യസന്ധതയോടുകൂടി എത്രമാത്രം റിയലായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് അത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമുക്ക് ഉത്സാഹിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.